Hello everyone, welcome back to today's chemistry class. Today we will discuss a topic non-ideal solution showing positive and negative deviations. First of all, we will discuss non-ideal solution showing positive deviation. In case of mixing the two volatile component of the solution, the magnitude of force of attraction decreases. That is, AB interaction is less than AA and BB interaction. എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സൊല്യൂട്ട് ഇൻട്രാക്ഷനേക്കാളും സോൾവൻറ്റ് ഇൻട്രാക്ഷനേക്കാളും കുറവാണ് എങ്കിൽ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് പി എ ലെസ് ദാൻ പി എ നോട്ട് കൈ എ ആൻഡ് പി ബി ലെസ് ദാൻ പി ബി നോട്ട് കൈ ബി. ഡെൽറ്റ വി മിക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ എച്ച് മിക്സ് ഈസ് പോസിറ്റീവ്. വോളിയവും കൂടും, അതുപോലെ എൻതാൽപ്പി പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് സൈക്ലോഹെക്സേൻ, അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്. ഓക്കെ, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾവൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കുറയുന്നതുകൊണ്ട് ഇവ പെട്ടെന്ന് വേപ്പറായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വേപ്പറായി പോകുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനാണ് റോൾസ് ലോ ഒബേ എന്ന സൊല്യൂഷൻ. ഇവിടെ പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്, കൈ എയും കൈ ബിയും അല്ലേ, എല്ലാം ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ കൂടെയാണ് ഈ കർവ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ കൂടുതലാണ്. കാരണം സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ less than solute and solvent interaction. So the solute and solvent particle can escape in the form of vapor. So there is a high vapor pressure. Due to that high vapor pressure, it shows a positive deviation from Rolle's law. Vapor pressure കൂടുതലായിരിക്കും. അതായത് റോൾസ് ലോ പറയുന്നതിനേക്കാളും വേപ്പർ പ്രഷർ എക്സീഡ് ചെയ്യും. Next one, non-ideal solution showing negative deviation. In case on mixing the two volatile components of the solution, the magnitude of force of attraction, that means force of interaction, decreases. That is, AB interaction is more than AA and BB interaction. അതായത് സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സൊല്യൂട്ട് ഇൻട്രാക്ഷനേക്കാളും സോൾവൻറ്റ് ഇൻട്രാക്ഷനേക്കാളും കൂടുതലാണെങ്കിൽ പി എ ലെസ് ദാൻ പി എ നോട്ട് കൈ ആൻഡ് പി ബി ലെസ് ദാൻ പി ബി നോട്ട് കൈ ബി. ദറ്റ് മീൻസ് ഡെൽറ്റ വി മിക്സ് ഇസ് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എച്ച് മിക്സ് ഇസ് നെഗറ്റീവ്. അതായത് രണ്ടും നെഗറ്റീവ് ആവും, വോളിയവും കുറയും, എന്താൽപ്പി ചേഞ്ചും കുറയും, നെഗറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ക്ലോറോഫോം ആൻഡ് ബെൻസിൻ, സെക്കൻഡ് എക്സാമ്പിൾ ഈസ് ക്ലോറോഫോം ആൻഡ് ഡൈഇഥൈൽ. എന്തുകൊണ്ട് ഇവ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു? അതായത് സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് ഇവ രണ്ടും വേപ്പർ ഫേസിലേക്ക് പെട്ടെന്ന് പോകില്ല. നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ വേപ്പർ ഫേസിലേക്ക് പോകില്ല. അതുകൊണ്ട് വേപ്പർ കുറവായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ റോൾസ് ലോ പറയുന്നതിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുക. അപ്പോൾ സ്ട്രൈറ്റ് ലൈനിൻ്റെ താഴെ കൂടി ആയിരിക്കും ഗ്രാഫ് പോവുക. നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കൈ എയും കൈ ബിയുടെയും ഒരു സ്ട്രൈറ്റ് ലൈൻ ക്രോസ് ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ ടോട്ടൽ വേപ്പർ പ്രഷർ പോകുന്നുണ്ട്. ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ താഴെ കൂടിയാണ് എല്ലാ കർവും പോയേക്കുന്നത്. കാരണം വേപ്പർ പ്രഷർ റോൾസ് ലോ പറയുന്നതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ എ ബി സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവായിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇത് വേപ്പർ പ്രഷർ കൂടുതലും വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതാണ് വ്യത്യാസം. Now we can move on to the comparison between ideal and non-ideal solution. First of all, ideal solution. The forces of interaction in the solution are the same as in the pure components. That is, AB interaction are same as AA and BB interaction. And in the case of non-ideal solution, the forces of interaction in the solution are different from those present in pure components. That is, AB interaction are different from AA and BB interaction. അതായത് ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ എ ബി ഇൻട്രാക്ഷനും എ എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും ഒരുപോലെ ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ എ ബി ഇൻട്രാക്ഷനും എ എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. എ എ ഇൻട്രാക്ഷൻ ഡിഫറൻറ്റ് ഫ്രം എ എ ആൻഡ് ബി ബി ആയിരിക്കും. എ ബി ഇൻട്രാക്ഷൻ എയിൽ നിന്നും ബി ബിയിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ രണ്ട് കോമ്പണൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എയും ബി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഡെൽറ്റ വി മിക്സ് ഈസ് 0 ആൻഡ് ഡെൽറ്റ എച്ച് മിക്സ് ഈസ് 0 ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. അതായത് വോളിയം ചേഞ്ച് ഉണ്ടാവില്ല, എന്താൽപ്പി ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഡെൽറ്റ വി മിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ എച്ച് മിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. വോളിയം ചേഞ്ചും എന്താൽപ്പി ചേഞ്ചും ഉണ്ടാവും നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ. പിന്നെ പി എ ഈസ് ഈക്വൽ ടു പി എ നോട്ട് കൈ എ, ദാറ്റ് ഈസ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ, ആൻഡ് ഓൾസോ പി ബി ഈസ് ഈക്വൽ ടു പി ബി നോട്ട് കൈ ബി ഫോർ ഐഡിയൽ. ആൻഡ് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ, പി എ നോട്ട് ഈസ് ഈക്വൽ ടു പി എ നോട്ട് കൈ എ, ചിലപ്പോൾ ലെസ് ദാൻ ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം. ആൻഡ് പി ബി നോട്ട് ഈക്വൽ ടു പി ബി നോട്ട് കൈ ബി പി ബി നോട്ട് കൈ ബി. അപ്പോൾ ഇതൊക്കെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷനും ഐഡിയൽ സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസസ്. Please note down it. Okay. Next point, azeotropic mixture. Okay, what do you mean by azeotrope, or what is an azeotrope? An azeotrope, it is also known as constant boiling mixture. It is a constant boiling mixture of two or more liquids
whose proportions cannot be separated by simple distillation. അതായത് ഇവയെ നമ്മൾ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ എന്ന് പറയുക. ഇവിടെ പ്രപ്പോർഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ചെയ്യൂല. ആൻഡ് അസിയോട്രോപ്പ് ഈസ് ഫോംഡ് വെൻ ദ ലിക്വിഡ് ആൻഡ് വേപ്പർ കോമ്പോസിഷൻസ് ആർ ദ സെയിം. ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും കോമ്പോസിഷൻ സെയിം ആയിരിക്കും. വെൻ an azeotrope is boiled, the vapor has the same proportion of combining as the unboiled mixture. അപ്പോൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാലും അസിയോട്രോപ്പിൻ്റെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാലും അൺബോയിൽഡ് മിക്സ്ചറിൻ്റെ അതേ കോമ്പോസിഷൻ ആയിരിക്കും അസിയോട്രോപ്പിന് ഉണ്ടാവുക. ദ നെയിം കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ബോയിലിംഗ് വിത്തൗട്ട് ചേഞ്ചിങ്. അതായത് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ബോയിലിംഗ് വിത്തൗട്ട് ചേഞ്ചിങ് എന്ന അർത്ഥം. വെൻ ദ ഐസിയോട്രോപ്പിക് കോമ്പോസിഷൻ ഹാസ് ബീൻ റീച്ച്ഡ്, ഡിസ്റ്റിലേഷൻ കനോട്ട് സെപ്പറേറ്റ് ദ ടു ലിക്വിഡ്സ്. അസിയോട്രോപ്പിക് കോമ്പോസിഷൻ എത്തിക്കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ ഓഫ് 2 or more liquids whose proportions cannot be changed or whose proportion is constant. There are 2 types of azeotrope: minimum boiling azeotrope and maximum boiling azeotrope. So first of all, we will discuss minimum boiling azeotrope. The boiling point of this azeotrope is lower than the boiling points of its constituents. അതായത് 2 ലിക്വിഡ്സ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലോവർ ദാൻ ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിലും കുറവായിരിക്കും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ദിസ് സൊല്യൂഷൻ എക്സിബിറ്റ്സ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ ആൻഡ് ലാർജ് വേപ്പർ പ്രഷർ ഡിഫറൻസ് ഓഫ് കോമ്പണൻസ്. എക്സാമ്പിൾ, ethanol boils at 72.4 degree, water boils at 100 degree Celsius, but the azeotrope boils at 78.2 degree Celsius, which is lower than either of its constituents. അല്ലേ? അതായത് 78.2 ആണ്. ഇപ്പോൾ ഇതിൽ നിന്ന് കുറവായിരിക്കും. അതായത് ഇതിൻ്റെ കോമ്പണൻസിൽ നിന്നും ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഏതിൻ്റെ കേസിൽ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദിസ് അസിയോട്രോപ്പ് ഈസ് ലോവർ ദാൻ ദി ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓക്കെ. Then maximum boiling azeotrope. The boiling point of this azeotrope is higher than the boiling points of its constituent. കോൺസ്റ്റിറ്റ്യുവൻസിനേക്കാളും അവയുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ. ദ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഒക്കേഴ്സ് ഇഫ് ദ സൊല്യൂഷൻ എക്സിബിറ്റ്സ് നെഗറ്റീവ് ഡീവിയേഷൻ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ കേസിൽ അവ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ കേസിൽ അവ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. Okay, example, hydrogen chloride boils at -84 degrees Celsius and water boils at 100 degrees Celsius, but the azeotrope boils at 110 degrees Celsius, which is higher than either of its constituents. Okay, which is higher than either of its constituents. So that is all about azeotropic mixture. Now we can move on to colligative properties of non-electrolyte solution. So colligative properties. So here colligative property, the word colligative is derived from 2 Latin words, co and ligare. Okay, co means combination. Okay, co means together. Ligare means bind. So co means together, ligare means bind. ഈ 2 വാക്കിൽ നിന്നാണ് കൊള്ളിഗേറ്റീവ് എന്നുണ്ടായത്. സോ കൊള്ളിഗേറ്റീവ് മീൻസ് ബൈൻഡ് ടുഗദർ എന്നർത്ഥം, ഒന്നിച്ച് ചേരുക എന്നുള്ളത്. So colligative property എന്ന് പറഞ്ഞാൽ the properties which depend only on the number of solute particles and not the nature of the solute particle. അതായത് കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാത്തവയാണ് നമ്മൾ എന്ത് പറയുക? കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഓക്കെ, കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ number of solute particles, not the nature of the solute particles. Okay, so colligative properties are properties that depend only on the number of solute particles in solution and not on the nature of the solute particles. And here we have 4 colligative properties. First one, relative lowering of vapor pressure or vapor pressure lowering. Second one, boiling point elevation or elevation in boiling point. Third one, depression in freezing point or freezing point depression. And the last one is osmotic pressure. Here vapor pressure lowering, boiling point elevation, freezing point depression and osmotic pressure. Now we can see what is relative lowering of vapor pressure or vapor pressure lowering. When a non-volatile solute is added to a volatile solvent, the vapor pressure of the solvent is lowered. അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? The solvent molecules on the surface which can escape into vapor is replaced by solute molecules have little vapor pressure. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് വോളറ്റൈൽ സോൾവെൻ്റ് ആണ്. ആ വോളറ്റൈൽ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവിയായി പോകും. പക്ഷേ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ പ്രത്യേകത അത് പെട്ടെന്ന് വോളറ്റൈൽ അല്ല, പെട്ടെന്ന് വേപ്പറായി പോവില്ല. അത് ഈ സൊല്യൂഷൻ്റെ മേലെ ഇങ്ങനെ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് വിച്ച് ക്യാൻ എസ്കേപ്പ് ഇൻ ടു വേപ്പർ ഈസ് റീപ്ലേസ്ഡ് ബൈ സൊല്യൂട്ട് മോളിക്യൂൾസ്. അപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന സോൾവെൻറ്റ് പാർട്ടിക്കിളിനെ റീപ്ലേസ് ചെയ്ത് അവിടെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് വേപ്പർ കുറയുന്നു. അപ്പോൾ വേപ്പർ കുറയുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കുറയുന്നു. ഇതിനാണ് നമ്മൾ വേപ്പർ പ്രഷർ ലോവറിംഗ് എന്ന് പറയാം. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഡിസോൾവ്ഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഇത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ നമ്മളൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് to a volatile solvent, the vapor pressure is lowered due to the presence of non-volatile solute. Okay. So here നമുക്ക് അക്കോർഡിംഗ് ടു റോൾസ് ലോ P1 ഈസ് ഈക്വൽ ടു, നമ്മളിപ്പോൾ ഇനി ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ അക്കോർഡിംഗ് ടു റോൾസ് ലോ P1 ഈസ് ഈക്വൽ ടു P1 നോട്ട് Chi1 ഓർ Chi1 ഇൻറ്റു P1 നോട്ട്. P1 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദി കോമ്പണൻറ്റ് 1 ആൻഡ് Chi1 ഈസ് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കോമ്പണൻറ്റ് 1 ആൻഡ് P1 നോട്ട് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കോമ്പണൻറ്റ്. Okay, the reduction in the vapor pressure of the solvent, that is delta P1 എന്ന് പറയാം. It is given as delta P1 is equal to P1 naught minus P1. P1 naught minus P1. P1 naught എന്ന് പറഞ്ഞാൽ എന്താണ്? P1 naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കോമ്പണൻറ്റ്. P1 is the വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. അപ്പം പ്യുവർ കോമ്പണൻറ്റിനേക്കാളും എന്താണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. നമുക്കറിയാം P1ൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. P1 naught minus P1 naught ഇൻറ്റു Chi1 എന്ന് വരും. ദാറ്റ് ഈസ് P1 naught ഇൻറ്റു 1 മൈനസ് Chi1 എന്ന് എഴുതാം. P1 naught ഇൻറ്റു 1 മൈനസ് Chi. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോയിങ് ദാറ്റ് Chi2 നമുക്കറിയാം 1 Chi1 പ്ലസ്, നമുക്കിവിടെ ബൈനറി സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെയർഫോർ Chi1 പ്ലസ് Chi2 ഈസ് ഈക്വൽ ടു 1. ദെയർഫോർ Chi2 ഈസ് ഈക്വൽ ടു 1 മൈനസ് Chi1. Chi2 ഈസ് ഈക്വൽ ടു 1 മൈനസ് Chi1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വയ്ക്കാം? ഈ 1 മൈനസ് Chi1 വരും Chi2 എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ P1 ഈസ് ഈക്വൽ ടു P1 naught into Chi2 or Chi2 into P1 naught എന്ന് വരും. In a solution containing several non-volatile solutes, the lowering of the vapor pressure depends on the sum of the mole fraction of different solutes. അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ഇവിടെ ഡെൽറ്റ P1 നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. 2.24 എന്നുള്ള ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഡെൽറ്റ P1 ബൈ P1 naught എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. That is equal to P1 naught minus P1 by P1 naught, that is equal to Chi2. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ P1 എന്ന് പറഞ്ഞാൽ P1 naught മൈനസ് P1 ഡിവൈഡ് ബൈ P1 naught ഈസ് ഈക്വൽ ടു Chi2 എന്ന് എഴുതാൻ പറ്റും നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തപ്പോൾ. അടുത്തത് പറയുന്നത് ദിസ് എക്സ്പ്രഷൻ ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ആസ് മെൻഷൻഡ് ഏർലിയർ ഈസ് കോൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. ഇത് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുക. ദറ്റ് ഈസ് P1 naught മൈനസ് P1 ബൈ P1 നോട്ടിനെയാണ് നമ്മൾ എന്താ പറയുക? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Chi2 ആണ്. ദറ്റ് ഈസ് P1 naught മൈനസ് P1 ബൈ P1 നോട്ട് ഈസ് ഈക്വൽ ടു Chi2. നമുക്ക് Chi2നെ ഇങ്ങനെ മാറ്റാം. Chi2 ഈസ് ഈക്വൽ ടു N2 ബൈ N1 പ്ലസ് N2. ദറ്റ് ഈസ് നമ്പർ ഓഫ് മോൾ ഓഫ് 2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അല്ല, നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഹിയർ N1 ആൻഡ് N2 ആർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് റെസ്പെക്റ്റീവ്ലി present in the solution. For dilute solution, N2 is very much less than N1. നമ്മളിവിടെ വെരി ഡൈലൂട്ട് സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് N1 പ്ലസ് N2 എന്നുള്ളതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? N1 ആയിട്ട് എടുക്കാം. അപ്പോൾ N2 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. മുകളിലത്തെ N2 അല്ല, താഴത്തെ N2 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. Therefore Chi2 is equal to N2 by N1 എന്ന് വരും. So equation becomes P1 naught minus P1 by P1 naught is equal to N2 by N1 എന്ന് വരും. Or P1 naught minus P1 by P1 naught is equal to W2 into M1 divided by M2 into W1. കാരണം എന്താണെന്ന് വെച്ചാൽ N2 എന്ന് പറഞ്ഞാൽ W2 by M2 ഉം N1 എന്ന് പറഞ്ഞാൽ W1 by M1 ആണ്. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? W2 into M1 divided by M2 into W1 എന്ന് കിട്ടും. Here W1 and W2 are the masses and M1 and M2 are the molar masses of the solvent and solute respectively. 1 എന്താണ് സോൾവെൻറ്റിനെയും 2 സൊല്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ W1 W2 എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ആൻഡ് സോല്യൂട്ട്, ആൻഡ് M1 ആൻഡ് M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് ആൻഡ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ആൻഡ് ദിസ്
By using this expression we can find out the molar mass of the solute also. ഈ M2 വെച്ച് നമുക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബൈ യൂസിങ് ദിസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലർ മാസ് ഓർ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. അപ്പോൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, that is all about today's topic. Thank you.